പ്രവാസികൾക്ക് സ്വാഗതം. പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസമൊന്നും അധികം ആരും നമ്മുടെ വാർത്ത കണ്ടില്ല. എന്തുപറ്റി? കാരണം കുറെ അധികം വാർത്തകൾ പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്തകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നും അത് അങ്ങനെ തന്നെയാണ്. കാരണം നിയമങ്ങളൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകളാണ്. UAE-യിൽ ഇനി പഴയതുപോലെ അല്ല കാര്യങ്ങൾ. വിസ നിയമത്തിൽ വരുന്നത് വൻ മാറ്റമാണ്. അതിനെക്കുറിച്ചാകാം നമ്മുടെ ആദ്യത്തെ ചർച്ച. പ്രവാസികൾക്ക് UAE-യിലേക്ക് സന്ദർശകരെ സ്പോൺസർ ചെയ്യുന്നതിൽ പുതിയ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ്, പോർട്ട് സെക്യൂരിറ്റി ICP തിങ്കളാഴ്ചയാണ് ICP സന്ദർശക വിസ നിയമങ്ങൾ പ്രഖ്യാപിച്ചത്. പുതിയ മാനദണ്ഡപ്രകാരം UAE നിവാസികൾക്കോ പ്രവാസികൾക്കോ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൊണ്ടുവരുന്നതിന് നിശ്ചിത മാസ വരുമാന പരിധി നിശ്ചയിച്ചു. പുതിയ നിയമപ്രകാരം ഒരാൾക്ക് അടുത്ത ബന്ധുക്കളെ UAE-യിലേക്ക് സ്പോൺസർ ചെയ്യണമെങ്കിൽ പ്രതിമാസ ശമ്പളം 4000 ദിർഹത്തിൽ കുറവായിരിക്കരുത്. അടുത്ത ബന്ധുക്കൾ അല്ലാത്തവരെ സ്പോൺസർ ചെയ്യണമെങ്കിൽ കൂടുതൽ വരുമാനം ഉണ്ടായിരിക്കണം. ഇവർക്ക് മാസ വരുമാനം 8000 ദിർഹം ഉണ്ടായിരിക്കണം എന്നതാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. അതേസമയം ഇവർക്ക് സുഹൃത്തുക്കളെ സ്പോൺസർ ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 15000 ദിർഹം മാസശമ്പളം നിർബന്ധമാണ്. അതോറിറ്റി നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നതെന്ന് ICP ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സുഹൈൽ സയ്യിദ് അൽ ഖൈലി പറഞ്ഞു. UAE-യിൽ ജോലിക്കോ ബിസിനസ്സിനായോ എത്തുന്നവരുടെ മാനുഷികവും സാമ്പത്തികവുമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും കൂടിയാണ് പുതിയ മാറ്റമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, വ്യാപാരവും ഗതാഗതവും വർദ്ധിപ്പിക്കുക, സാങ്കേതിക മേഖലകളെ പിന്തുണയ്ക്കുക, പ്രാദേശികമായും ആഗോളമായും UAE-കളുടെ മത്സര ശേഷി വർദ്ധിപ്പിക്കുക എന്നിവയാണ് പുതിയ മാറ്റങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. ഇവയ്ക്കൊപ്പം എഞ്ചിനീയറിംഗ്, AI, വിനോദം തുടങ്ങിയ മേഖലകളിലെ വിദഗ്ധർക്കായി പുതിയ വിസകൾ, വിധവകൾക്കും വിവാഹമോചിതർക്കും സ്പോൺസർ ഇല്ലാതെ താമസാനുമതി എന്നിവയും പുതിയ നിയമങ്ങളുടെ ഭാഗമായി UAE പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് സ്പോൺസർഷിപ്പിൽ എങ്ങനെ ആൾക്കാർ കാരണം ഒരു പ്രവാസികൾക്ക് എപ്പോഴും ആവശ്യമാണ്, അല്ലെങ്കിൽ ആഗ്രഹമാണ് അവരുടെ ഇടത്തിലേക്ക് അവരുടെ ബന്ധുക്കളെയോ അച്ഛനെയോ അമ്മയോ സുഹൃത്തിനെയോ ഒക്കെ കൊണ്ടുവരണമെന്ന്. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്ന നല്ലതാണ്. പക്ഷെ ഇത്തരം നിയമങ്ങൾ കൂടി കൃത്യമായി അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇനി UAE-യിലെ ആശുപത്രികളിൽ ഹൃദയാഘാതം കാരണമെത്തുന്ന രോഗികളിൽ പകുതിയോളം പേരും 50 വയസ്സിന് താഴെയുള്ളവരെന്ന് റിപ്പോർട്ട്. പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാർത്ത തന്നെയാണിത്. കാരണം നമ്മൾ ഈ പ്രവാസി പ്ലസിൽ നമ്മൾ ആദ്യം എടുത്തൊരു ടോപ്പിക്കും അത് തന്നെയായിരുന്നു. കാരണം പ്രവാസികളുടെ മരണം, ഹൃദയാഘാതം മൂലം ഉണ്ടാകുന്ന പ്രവാസികളുടെ മരണത്തിലെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീണ്ടും ചില അപ്ഡേഷനുകൾ വരുന്നുണ്ട്. പ്രവാസികൾ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇത്. ലോക ഹൃദയ ദിനം ആചരിക്കുന്നതിനിടയിലാണ് ഈ ഗുരുതര പ്രശ്നത്തെക്കുറിച്ച് UAE-യിലെ മെഡിക്കൽ വിദഗ്ധർ എടുത്തുകാട്ടിയത്. 15 വർഷം മുമ്പ് തന്നെ ആഗോള ശരാശരിയേക്കാൾ കൂടുതൽ ഹൃദ്രോഗികൾ UAE-യിൽ ഉണ്ട് എന്ന് ക്ലിനിക്കൽ പഠനങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ്, വടക്കേ ആഫ്രിക്ക, ദക്ഷിണേഷ്യ എന്നിവിടങ്ങളിൽ ഹൃദയാഘാതം വരുന്നവരുടെ ശരാശരി പ്രായം 5 മുതൽ 10 വയസ്സ് വരെ കുറഞ്ഞു. പ്രവാസികൾ ഉൾപ്പെടെ പ്രായം കുറഞ്ഞ പലരും ഹൃദ്രോഗത്തിനെ പറ്റി ചിന്തിക്കാറ് പോലും ഇല്ല. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഗുരുതര രോഗം ബാധിക്കുന്നത് പണ്ട് കാലത്ത് അപൂർവമായിരുന്നു എങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. ജീവിതശൈലിയും ജോലിയിലെ സമ്മർദ്ദവും കാരണം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പുകവലി, മദ്യപാനം പോലെയുള്ള ശീലങ്ങൾ, പൊണ്ണത്തടി തുടങ്ങിയവയെല്ലാം ഇതിന്റെ സാധ്യത കൂട്ടുന്നുമുണ്ട്. അതിനാൽ ദിവസേനയുള്ള വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണം എന്നിവ ശീലമാക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ റീൽസ് കാണുമ്പോൾ ഒരുപാട് ചിക്കൻ വിഭവങ്ങൾ, അതുപോലെ തന്നെ മറ്റ് നോൺ വെജ് വിഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഒന്ന് കഴിച്ചാലോ എന്ന് നമുക്ക് തോന്നും. ഇപ്പോൾ പല സ്പോട്ട് പറയുമ്പോഴും പ്രവാസികൾ അടക്കമുള്ളവർക്ക് സുപരിചിതമായ പല സ്പോട്ട് ഉണ്ടാകും. എന്നാൽ പിന്നെ അവിടെ പോയി കഴിക്കാമെന്ന് ആലോചിച്ച് നമ്മൾ കഴിക്കുന്നു. പക്ഷെ ഇതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാസികളെ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾ നമ്മുടെ നാട്ടിൽ പോലും അല്ല, നമ്മൾ അടുത്തല്ല. കാരണം പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാം, അല്ലെങ്കിൽ ബന്ധുക്കളുടെ കൂടി സഹായത്തോടു കൂടി സംരക്ഷണത്തോടു കൂടി അത് പരിഹരിക്കാമെന്ന് കരുതിയാൽ അങ്ങനെയല്ലല്ലോ. നിങ്ങൾ വളരെ ദൂരത്താണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും തന്നെ നിങ്ങൾ ആരോഗ്യവാനമായി തന്നെ ഇരിക്കുക, അതിൽ ശ്രദ്ധിക്കുക. കാരണം കണക്കുകൾ പേടിപ്പെടുത്തുന്ന കണക്കുകളാണ്. എല്ലാ ദിവസവും കുറഞ്ഞത് 2 പ്രവാസികൾ എങ്കിലും ഹൃദ്രോഗത്തിൽ മരിച്ചു എന്ന വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്നുകൂടി, ഇനി വരാൻ പോകുന്ന വാർത്തയും അത് തന്നെയാണ്, ഇന്നുകൂടി വിമാനത്താവളത്തിൽ നാട്ടിലേക്ക് വരാനിരുന്ന ഒരു പ്രവാസി കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ പെട്ടെന്നാണ്, പൊടുന്നനെയാണ് മരണങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി തന്നെ നിങ്ങൾ ഇത് വളരെ സീരിയസ് ടോപ്പിക്കായി തന്നെ എടുക്കുക. വ്യായാമം ചെയ്യുക, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സമയം മാറ്റി വെക്കുക. അതിനുശേഷം മതി പണം ഉണ്ടാക്കാനുള്ള ഓട്ടം എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്.
കാരണം കൊളസ്ട്രോൾ ഒക്കെ കൂടുതലുള്ളതാണ്. അത് ഭക്ഷണശീലത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ. കാരണം ഒരുപാട് കൊഴുപ്പ്, ചീസ് തുടങ്ങിയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ പ്രായം കുറഞ്ഞവർക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലോ കാര്യങ്ങൾ. പ്രായം കുറഞ്ഞവർക്കാണ് വരുന്നത്. കാരണം അത് ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങൾ കൂടിയാണ് അതിന് കാരണം വരുന്നത്. ഷുഗർ കട്ടൊക്കെ ഇപ്പോൾ വളരെ ചെറിയ കാലത്ത് മുതൽ തുടങ്ങേണ്ടത് വളരെ പ്രധാനത്തോടു കൂടി പോകുന്ന ഒന്നാണ്. കാരണം അത്രയും സൂക്ഷിച്ചാൽ അത്രയും നല്ലതായിരിക്കും സ്ഥിതി. കോടതിയിൽ ഒരു കേസ് നടക്കുന്നുവെങ്കിൽ അതിന് വാദിയും പ്രതിയും നേരിട്ട് ഹാജരാകണമെന്ന ആവശ്യം സ്വാഭാവികമാണ്. എന്നാൽ വാദിയോ പ്രതിയോ സ്ഥലത്തില്ലെങ്കിലോ ഇനി വിദേശത്താണെങ്കിൽ കേസിനായി മാത്രം നാട്ടിലേക്ക് വരുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. ജോലിയിലെ ലീവും വിമാന ടിക്കറ്റുമൊക്കെ ആകുമ്പോൾ ഇത് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ വിദേശത്ത് നിന്ന് ഉൾപ്പെടെ ഇന്ത്യയിലെ കോടതി നടപടികളുടെ ഭാഗമാകാൻ കഴിയുന്ന സൗകര്യം ലഭ്യമാണ്. സർക്കാരിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഈ ജാഗ്രതയിലാണ് നേരിട്ട് ഹാജരാകാതെ കോടതി വ്യവഹാരങ്ങളിൽ പങ്കെടുക്കാനുള്ള സൗകര്യമുള്ളത്. ഇന്ത്യയിലെ വസ്തുതർക്കം, സേവനങ്ങളിലെ വീഴ്ച തുടങ്ങിയവയ്ക്കെതിരെ 56 പ്രവാസികളാണ് സർക്കാരിന്റെ ഈ ജാഗ്രതി പോർട്ടൽ വഴി നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. ഷാങ്ഹായിലുള്ള ഒരു സ്ത്രീ അടുത്തിടെയാണ് ഇത്തരത്തിലൊരു വസ്തുതർക്ക കേസിൽ പരിഹാരം കണ്ടത്. ഇന്ത്യയിലുള്ള വസ്തു സേവന തർക്കങ്ങൾ ഈ ജാഗ്രതയിലൂടെ ഇപ്പോൾ പരിഹരിക്കാനാകും. വിദേശത്തുള്ളവർ നേരിട്ട് കോടതിയിൽ ഹാജരാകേണ്ടതില്ല. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഫിക്കിയുടെ പരിപാടിയിൽ സംസാരിക്കവേ ഉപഭോക്തൃ കാര്യ മന്ത്രാലയ സെക്രട്ടറി നിധി ഖരെ ആണ് ഇക്കാര്യം അറിയിച്ചത്. ഷാങ്ഹായിൽ നിന്നുള്ള സ്ത്രീയുടെ കാര്യത്തിൽ വീഡിയോ കോൺഫറൻസ് വഴിയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. 5 മാസം കൊണ്ട് അതിവേഗത്തിൽ കേസ് തീർപ്പാക്കാൻ കഴിഞ്ഞുവെന്ന് അധികൃതർ പറയുന്നു. അതൊരു വലിയ നേട്ടം തന്നെയാണല്ലേ. കാരണം പ്രവാസികൾക്ക് ഒരു ആശ്വാസം കൂടിയാണ്. ഇത് ഒരു കേസിന് വേണ്ടി ലീവും എടുത്ത് ടിക്കറ്റ് ചാർജും എടുത്ത് വരുമ്പോൾ വീണ്ടും കേസ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തായാലും ഇത്തരം നീക്കങ്ങൾ വളരെ സൗകര്യപ്രദമാണ്. ദുബായിൽ നിന്ന് കർണാടകയിലെ മംഗളൂരുവിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മോശം കാലാവസ്ഥ കാരണം ബംഗളൂരുവിൽ കുടുങ്ങി. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 100-ലേറെ യാത്രക്കാർ ഇതോടെ ദുരിതത്തിലായിട്ടുണ്ട്. ഇന്നലെ രാത്രി 11:40 ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ബംഗളൂരു രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് നേരിട്ട് പറക്കേണ്ടിയിരുന്ന IX-814 വിമാനം 1.5 മണിക്കൂറോളം വൈകിയാണ് പുറപ്പെട്ടത്. രാവിലെ 6ഓടെ ബംഗളൂരു വിമാനത്താവളത്തിലേക്ക് ഇറങ്ങേണ്ട വിമാനം ശക്തമായ മഴയും മൂടൽമഞ്ഞും കാരണം അവിടെ നിന്ന് നേരെ ബംഗളൂരിലേക്ക് എത്തി രാവിലെ 7:30ഓടെ ലാൻഡ് ചെയ്യുകയായിരുന്നു. മംഗളൂരുവിൽ 1-ലേറെ പ്രാവശ്യം വട്ടമിട്ട് പറന്ന ശേഷമായിരുന്നു ഇത്. ഇതിനിടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞതിനാൽ പൈലറ്റുമാർ വിമാനത്തിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. വിമാനത്താവളത്തിൽ കാത്തിരിക്കാൻ യാത്രക്കാരോട് അധികൃതർ ആവശ്യപ്പെട്ടെങ്കിലും അവർ വഴങ്ങിയില്ല. വയോധികരും കുട്ടികളും രോഗികളും ഒക്കെ ഉള്ളതിനാൽ തന്നെ ലഗേജ് ശേഖരിച്ച് കൂടെ വെക്കേണ്ടതിനാലും പലരും എതിർപ്പ് പ്രകടിപ്പിച്ചതോടുകൂടി അധികൃതർ പിന്നെ നിർബന്ധിച്ചതേയില്ല. എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിലവിൽ കുടിവെള്ളം ചോദിച്ചാൽ ചെറിയൊരു കുപ്പിയിൽ മാത്രമേ നൽകാറുമുള്ളൂ. അതിനാൽ കുട്ടികളും മറ്റും വിശന്ന് കരയാൻ തുടങ്ങിയപ്പോൾ ജ്യൂസും ബിസ്ക്കറ്റും മാത്രം നൽകി. യാത്രക്കാരെല്ലാം വിമാനത്തിൽ കാത്തിരിക്കുകയുമായിരുന്നു. ഇന്ത്യൻ സമയം രാവിലെ 11:30 വിമാനം മംഗളൂരുവിലേക്ക് പുറപ്പെടുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനു മുൻപ് ഉച്ചഭക്ഷണം നൽകുമെന്നും പറഞ്ഞിരുന്നു. കൃത്യസമയത്ത് പുറപ്പെടുമോ ഇല്ലയോ എന്ന ആശങ്കയിലാണ് യാത്രക്കാരും അവരുടെ നാട്ടിലെയും UAE-യിലെയും ബന്ധുക്കളും എന്ന വാർത്ത വരുന്നുണ്ട്. സത്യത്തിൽ ഇതിന്റെ ഒരു അപ്ഡേഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതും കൂടെ കൂട്ടിച്ചേർക്കാമായിരുന്നു. പുറപ്പെടുമെന്ന ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ഈ പൈലറ്റുമാരുടെ ഒരു കാര്യം നോക്കുക, ഇറങ്ങിയ ഒരൊറ്റ പോക്കാണ്. പാതി വഴിയിൽ യാത്ര മുടക്കിയതിനു ശേഷം അതായത് വരഞ്ഞു പോയത് അവിടെ നിന്ന് യാത്രക്കാർ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത പൂന്തോട്ടമായ ദുബായ് മിറക്കിൾ ഗാർഡന്റെ വിസ്മയ ലോകം തുറന്നു. ദുബായ് ലാൻഡിന്റെ ഹൃദയഭാഗത്ത് 72,000 ചതുരശ്ര മീറ്ററിൽ വൃത്താകൃതിയിൽ സജ്ജമാക്കിയ ഈ ഉദ്യാനത്തിൽ 120 ഇനത്തിൽപ്പെട്ട 15 കോടിക്കണക്കിന് പൂക്കളാണ് സന്ദർശകർക്ക് വസന്തോത്സവം ഒരുക്കുന്നത്. പുഷ്പങ്ങളും അലങ്കാര ചെടികളും കൊണ്ട് നിർമ്മിച്ച വ്യത്യസ്ത ആകൃതിയിലുള്ള ഗോപുരങ്ങൾ, കൂറ്റൻ വിമാനം, മൃഗരൂപങ്ങൾ, തോരണങ്ങൾ തുടങ്ങി പൂന്തോട്ടത്തിന്റെ ഓരോ കോണിലും പുതുമ നിറച്ചാണ് സന്ദർശകരെ ഇത്തവണ സ്വാഗതം ചെയ്യുന്നത്. കുട്ടികൾക്കുള്ള പ്രത്യേക മേഖലയിൽ ആനിമേഷൻ, കാർട്ടൂൺ കഥാപാത്രങ്ങളും ഒട്ടേറെയുണ്ട്. ഇതിനകം ഒട്ടേറെ ലോക റെക്കോർഡുകൾ സ്വന്തമാക്കിയ മിറക്കിൾ ഗാർഡൻ ഇത്തവണ മെയ് 31 വരെ സന്ദർശകരെ സ്വീകരിക്കും. ഇതോടനുബന്ധിച്ച് വ്യത്യസ്ത പ്രദർശനങ്ങളും ഉണ്ടായിരിക്കും. പ്രധാന കുടുംബ വിനോദ കേന്ദ്രം എന്ന ഖ്യാതി നിലനിർത്തും വിധം പുഷ്പിക്കുന്ന അത്ഭുതങ്ങൾ, അവിസ്മരണീയ ഓർമ്മകൾ തുടങ്ങി പ്രത്യേക പ്രമേയങ്ങളിലാണ് വർണ്ണപ്പൂക്കൾ വിരിയിച്ചെടുത്തിട്ടുള്ളത്. 2013 ആരംഭിച്ച ഗാർഡനിൽ വർഷം തോറും ലക്ഷക്കണക്കിനാണ് സന്ദർശകർ എത്തുന്നത്. മിറക്കിൾ ഗാർഡന്റെ ഗ്രൂപ്പ് ചെയർമാൻ ഷെയ്ഖ് തായിബ് ബിൻ തഗ്നൂൻ ബിൻ മുഹമ്മദ് അൽ നഹ്യാൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വൈസ് ചെയർമാൻ ഹംദാൻ അഷക്കാബി, CEO എഞ്ചിനീയർ മുഹമ്മദ് സഹർ ഹമ്മാദി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവേശന സമയം തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9 മുതൽ രാത്രി 9 വരെ.
ശനി ഞായർ പൊതു അവധി ദിനം രാവിലെ 9 മുതൽ രാത്രി 11 വരെയാണ് ഉണ്ടായിരിക്കുക. ടിക്കറ്റ് നിരക്ക് 12 വയസ്സിന് മുകളിലുള്ളവർക്ക് 105 ദിർഹം, 3 മുതൽ 12 വയസ്സ് വരെ 84 ദിർഹം, 3 വയസ്സിൽ താഴെയുള്ളവർക്ക് സൗജന്യമാണ്. എന്തായാലും ആ വസന്ത കലമിറാക്കൽ ഗാർഡനാണ് അത്. മെയ് വരെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ കണ്ടവർ ഞങ്ങൾക്ക് ഇതിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതെ, എങ്ങനെയാണ് അവിടുത്തെ ആഘോഷമൊക്കെ എന്നുള്ളത്. ഇനി ജിദ്ദ കിങ് അബ്ദുൾ അസീസ് രാജ്യാന്തര വിമാനത്താവളത്തിൽ വിമാനത്തിനകത്ത് ജോർദാൻ യുവതിക്ക് സുഖപ്രസവം. കോലാലംപൂരിൽ നിന്നുള്ള സൗദിയ വിമാനത്തിൽ ജോർദാനിലെ അമ്മാനിലേക്ക് ജിദ്ദ വഴി യാത്ര ചെയ്യുകയായിരുന്ന 22 വയസ്സുകാരിയാണ് ജിദ്ദയിൽ പ്രസവിച്ചത്. ട്രാൻസിറ്റ് യാത്രക്കാരിയായ ഇവർക്ക് ജിദ്ദയിൽ ലാൻഡ് ചെയ്ത ഉടൻ പ്രസവ വേദന അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ എമർജൻസി മെഡിക്കൽ ടീമുകൾ വിമാനത്തിലെത്തിയ യുവതിയെ പരിശോധിച്ചു. അധികം വൈകാതെ തന്നെ യുവതി കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. കുഞ്ഞും അമ്മയും സുഖമായി ഇരിക്കുന്നുവെന്നും ഇരുവരും ജിദ്ദയിലെ ആരോഗ്യ മന്ത്രാലയ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു സന്തോഷ വാർത്ത. നാട്ടിലേക്ക് വരാനായി ഷാർജ വിമാനത്താവളത്തിലെത്തിയ മുണ്ടേരി സ്വദേശി കുഴഞ്ഞു വീണു മരിച്ചു. മുണ്ടേരി പടന്നോട്ടുമെട്ട പെട്രോൾ പമ്പിന് സമീപം റഫീഖ് ഹാജിയാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. ശ്വാസം മുട്ടൽ ഉണ്ടായതിനെ തുടർന്ന് നാട്ടിലേക്ക് വരാനായി ഞായറാഴ്ച രാത്രി ഷാർജ വിമാനത്താവളത്തിലെത്തിയതാണ്. ബോർഡിംഗ് പാസ് ലഭിച്ച ശേഷമാണ് കുഴഞ്ഞു വീണത്. ഭാര്യ ഷാഹിന, മക്കൾ ഇസാന, അദ്നാൻ ഖത്തർ, റംസാന ഷസീൻ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിച്ച് കബറടക്കും. അതാണ്. അപ്പോൾ വളരെ പെട്ടെന്നാണ് ഓരോരുത്തരും നമ്മളെ വിട്ടു പിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യവനായിമാരായിരിക്കുക. കാരണം പൊടുന്നനെ ഉണ്ടാകുന്ന മരണം ഒരിക്കൽ പോലും നമുക്ക് കണ്ടു നിൽക്കാനോ അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്നോ ഒന്നും പോലും അറിയില്ല. എന്തായാലും ആ കുടുംബത്തിന് എല്ലാ ആശ്വാസവും ലഭിക്കട്ടെ. തീർച്ചയായും പ്രവാസികളെ ആരോഗ്യപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ കാര്യങ്ങളിലൊന്നും തന്നെ അശ്രദ്ധ പാലിക്കാതിരിക്കുക. ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. മറ്റു വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.